നാളത്തെ ഉത്സവത്തിന് ഇന്ന് തന്നെ കൊടി കയറും. എന്താ നിങ്ങൾ ഈ കാണിച്ചത്? വള എന്റെ കയ്യിലിടാതെ എന്തിനാ അവനെ ധരിപ്പിച്ചേ? അത് നിഹാരിക പിന്നെ നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഏട്ടത്തി എന്താ അങ്ങനെ പറഞ്ഞേ? അല്ലടാ, നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവം ശ്രീകറിന്റെ ജീവിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ആവനെയാണെങ്കിലോ? ആവനിയുടേത് അമ്മയുടെ ജാതകം അല്ല, പിന്നെ എങ്ങനെ ശരിയാവൂ? ബുദ്ധിയില്ലാതെ കാര്യങ്ങൾ പറയാതെ. എല്ലാവരുടെയും മുന്നിൽ നിഹാരികയെ അപമാനിക്കാനല്ലേ ഇങ്ങനെ ചെയ്തത്? അല്ല ചേച്ചി, ഉറപ്പായിട്ടും അത് തന്നെയാ. നിർത്തൂ. സംഭവിച്ചതോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിഹാരിക ഈ അടുത്ത് വീട്ടിൽ വന്നവളായതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റി കാണില്ല. ആവനി അടുത്തുള്ളതുകൊണ്ട് തെറ്റുപറ്റിപ്പോയി. എന്നാലും അവനിക്ക് വളയിട്ട് കൊടുത്തെന്ന് വിചാരിച്ച് അവൾ എന്താ ശ്രീകരന്റെ ഭാര്യയാവോ? എന്റെ മരുമകളാവോ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്രീകരി നിഹാരികയെ സ്വർണ്ണ വളകൾ അണിയിപ്പിച്ചതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മരുമകള് ഈ നിഹാരിക. ആർക്കും ഇതിന്റെ പിന്നിൽ ഒരു സംശയം ഉണ്ടാവരുത്. ഞങ്ങളുടെ മരുമകള് നീയാ മോളെ. സംഭവിച്ചതോർത്ത് മോള് വിഷമിക്കരുത്. നിഹാരിക, നീ വെറുതെ ഫീൽ ആകാതെ മോളെ. അവന് ചെറിയൊരു തെറ്റ് സംഭവിച്ചെന്നല്ലാതെ വേറൊന്നുമില്ല. ആവനി, ആവനി, നമുക്ക് എത്ര വലിയ ഫേവറോ ഉണ്ടായി നോക്കിയേ. എന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടും നിഹാരികയെ ശ്രദ്ധിക്കാതെ തന്റെ കയ്യിൽ വളയിട്ട് തരാൻ കഴിഞ്ഞില്ലേ? തന്റെ കൈ പിടിച്ച സമയത്ത് കുറച്ച് സെക്കൻഡ്സ് എനിക്ക് തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിൽ മുഴുവൻ തന്റെ രൂപം തന്നെയായിരുന്നു. എന്റെ കണ്ണുകൾ മാത്രമല്ല, ഈ ലോകം മുഴുവനും ഇരുട്ടായി കഴിഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ കൈ പിടിച്ച് എന്റെ പിറകെ നടന്ന കൈകളായത്. എനിക്ക് ഭക്ഷണം വാരിത്തന്ന, എന്റെ തല തോർത്തി തന്ന കൈകളായത്. എന്നെ സ്നേഹത്തോടെ എല്ലാ സമയത്തും ചേർത്ത് നിർത്തിയ തന്റെ കൈകൾ. ഇതിന്റെ സ്പർശനം എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? തന്റെ സ്നേഹം മനസ്സിലാക്കാതെ
ഞാനുണ്ടാകൂ? അന്ന് രാത്രി ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന വളകള് എനിക്ക് തീരെ ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ പറഞ്ഞുകൊണ്ട് ആ നിഹാരികയുടെ കയ്യിലിട്ടു. ഇന്ന് പക്ഷേ എത്രയോ മഹിമയുള്ള ഇവിടുത്തെ ദേവി അനുഗ്രഹിച്ച വളകള് എല്ലാവരുടെ മുന്നിൽ വെച്ച് തനിക്ക് ഇട്ടു തരാനുള്ള വിധി വന്നു. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വർണ്ണവളകള് അത് നിഹാരികയ്ക്ക് കിട്ടി. അമ്മയുടെ ആശീർവാദം പക്ഷേ തനിക്കാ ലഭിച്ചത്. അമ്മയുടെ അനുഗ്രഹം കൂടെയുണ്ടെന്ന് തനിക്കിപ്പോഴെങ്കിലും മനസ്സിലായോ? നമ്മുടെ ഈ ബന്ധം ആർക്കും പിരിക്കാൻ പറ്റില്ല അവനി. സംഭവിച്ചതോർത്ത് എനിക്കൊരുപാട് സന്തോഷമുണ്ട്. താനെന്താ പക്ഷേ വിഷമിച്ചിരിക്കുന്നേ? തനിക്ക് ഞാൻ ഈ വളകളിട്ടത് ഇഷ്ടമായില്ലേ? സ്വർണ്ണവളകളെക്കാളൊക്കെ എന്റെ ദൃഷ്ടിയില് ഈ വളകൾ ഏറ്റവും വിലയേറിയത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച്, ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കൈകളാൽ ഇതെന്റെ കയ്യിൽ അണിയിച്ചപ്പോ എനിക്കൊരുപാട് സന്തോഷം തോന്നിയേട്ടാ. പക്ഷേ എന്തു പറ്റി അവനി? അവനിക്ക് ഒരിക്കൽ പോലും എന്റെ മരുമകളാക്കാൻ പറ്റില്ലെന്ന് അമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും വീണ്ടും പറയുമ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം അത്. നിഹാരിക എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ വല്യമ്മയെ അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ എന്റെ ഹൃദയത്തിലെ കരിങ്കല്ല് കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വിളിക്കാൻ അർഹതയുള്ളത് എനിക്ക്. ആ വിളിയുടെ മഹത്വം എന്താണെന്നുള്ള കാര്യം എനിക്കറിയുന്നത് പോലെ നിഹാരികയ്ക്ക് എന്തറിയാം? എന്തെങ്കിലും ഒന്ന് വിളിക്കാൻ വേണ്ടി വിളിക്കുന്നുവെന്ന് മാത്രം. ഇനി എത്ര ദിവസം കഴിഞ്ഞാലും അങ്ങനെ വിളിക്കാൻ തനിക്ക് തന്നെ അവകാശം. സങ്കടപ്പെടണ്ട. ഉത്സവത്തിന് വന്നതല്ലേ. ഇവിടെയുള്ള അമ്മ എന്തായാലും നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരും. വിഷമിക്കല്ലടോ, പ്ലീസ്. എന്റെ പേര് എന്നല്ല, ആവനി. മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിച്ച അത് തിരിച്ചും ലഭിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നേ അതേ നമുക്ക് ലഭിക്കും. വള കിട്ടിയപ്പോ നിനക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലേ? ദേവിയുടെ വളകളല്ലേ? അതുകൊണ്ടോ? ശ്രീകരേട്ടന് ഇട്ടു തന്നതുകൊണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞാ അത് ബുദ്ധിമുട്ടാ. എന്റെ ഭാവി ഭർത്താവ് നിന്റെ കയ്യിൽ വളയിട്ട് തന്നപ്പോ നീ എന്താ വേണ്ടെന്ന് പറയാഞ്ഞേ? അതില് നിന്റെ നേട്ടം എന്താ? ശരിക്കും തടയാത്തത് എന്താ?
എന്തിനാ തടയുന്നേ? അന്നാ സ്വർണവളകള് നിനക്ക് ലഭിക്കണമെന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ട് നിനക്കത് ലഭിച്ചു. എന്നിതിപ്പോ ഇവിടുത്തെ അമ്മ നൽകുന്ന ഭാഗ്യം എനിക്ക് ലഭിക്കാനുള്ളതുകൊണ്ട് എനിക്ക് ലഭിച്ചു. അങ്ങനെയുള്ളപ്പോ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയ്ക്ക് ഇട്ട് കൊടുക്കുന്നതും പുറത്തുള്ളൊരു പെണ്ണിനെ ഇട്ട് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇവിടുത്തെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്തരാർത്ഥം കൂടി ഉണ്ടാവുമല്ലോ. നിന്റെ വാക്കുകള് അണയാതെ കിടക്കുന്ന കനല് പോലെയുണ്ട്. അറിഞ്ഞുകൊണ്ട് കനലെടുത്ത് എന്തിനാ കയ്യിൽ വെക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെ? ആ തീക്കനല് എന്റെ ജീവിതത്തിൽ വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് പുറത്ത് കളയണ്ടേ? അങ്ങനെ ചെയ്യുമ്പോ അറിയാതെ എങ്ങാനും ആ തീക്കനല് മേത്ത് വീണാ പൊള്ളി പോകുമല്ലോ. എന്താണെന്ന് വെച്ചാ സത്യം തീ പോലെയാണ്. അതാണെങ്കിൽ ഈ കള്ളത്തരങ്ങളെ കത്തിച്ചു കളയും. ശ്രദ്ധിക്കണം കേട്ടോ. നീ ഒരുപാട് ഓവറാകുന്നുണ്ട്. അതിന് തന്നെയാ വന്നതെന്ന് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞല്ലേ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിന്നെ കുറിച്ച് ശരിക്കും അറിഞ്ഞ വേദവതി അമ്മ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ശ്രീകരട്ടൻ എവിടെ? ആ ആ അറ്റത്ത് കെട്ടിയിട്ടതാ, നീ അഴിച്ചെടുത്തു. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഉടനെ തന്നെ നീ വായുവിലൂടെ പറന്ന് വല്ല വേലിയിലും കിടക്കും. നിങ്ങൾ ഈ ജയമ്മയ്ക്ക് കോൺട്രാക്ട് തന്നില്ലെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷൻ എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാഡം, സംസാരിച്ചോണ്ടിരിക്കല്ലേ, കണ്ടൂടെ അത്? ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയും. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞ് കാര്യം പറഞ്ഞാ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയും. എന്റെ ഒരു തലവിധി ഈ മാരണത്തിന്റെ പീ ആയി പോയി. അവനവന്റെ വിധി അവനവന്റെ ബാധ്യതയാ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അനുസരിച്ചാൽ ഒരു വഴിക്ക്, ഇല്ലെങ്കിൽ മറ്റൊരു വഴിക്ക്. എന്റെ നിയോജക മണ്ഡലത്തിൽ എന്റെ വാക്കിന് വിലയില്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് വേറെ ലെവലിലായിരിക്കും. വെക്കട്ടെ? എന്താ? ആ വേദവതിയും കൂട്ടരും സിറ്റിയിൽ നിന്ന് ഉത്സവം കൂടാൻ വേണ്ടി രാവിലെ തന്നെ വന്നിട്ടുണ്ട്. എന്തിനാ മാഡം അടിച്ചത്? നേരത്തെ പറഞ്ഞൂടേടാ. പറയാൻ ഗ്യാപ്പ് തരണ്ടേ മാഡം? കൗണ്ടർ അടിക്കാൻ നിന്നാലേ അവിടെ ഗൺമാനെ കണ്ട എൻകൗണ്ടർ ചെയ്യിപ്പിക്കും. ശങ്കർ, വണ്ടി എടുക്കടാ. ആ വേദവതിയെ ദേവിയായി കണക്കാക്കുന്ന ആ നാട്ടില് എനിക്ക് ആധിപത്യം വേണം. എന്നെക്കാൾ ആ സ്ത്രീ വലുതല്ലെന്ന് ഇന്ന് തെളിയിക്കണം. എന്താ ഇങ്ങനെ നോക്കുന്നേ? കേൾക്കുന്നുണ്ട് മാഡം. ഒരിത്തിരി ഷാർപ്പായിട്ട് നിക്ക് സുബ്രഹ്മണ്യ. ആയിക്കോട്ടെ മാഡം. വാ, കേറ്. തിരുമേനി, പറഞ്ഞോളൂ അമ്മേ. ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് ഇനി എത്ര സമയം ഉണ്ടാകും? ഇനി ഒരു അരമണിക്കൂർ സമയമുണ്ട്. ഇത്തവണ പൂജയ്ക്ക് മുൻപ് ചെറിയ ചെറിയ കളികളും കൂടി ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ടമ്മേ. അത് നല്ലതല്ലേ? എല്ലാവർക്കും കുട്ടികളെ പോലെ തന്നെ സമയം ചെലവഴിക്കാം. അമ്മേ, പറയൂ മോളെ. ഒരു കാര്യം പറയാൻ. എന്തുപറ്റി? അമ്മയുടെ വീട്ടിലെ പുതിയ മരുമകൾക്ക് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഭാവി രണ്ടാം വേദവതി അമ്മയ്ക്ക് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഈ ഗ്രാമത്തിന്റെ വക ചെറിയൊരു കാണിക്ക. ഈ സാരി പുതിയ മരുമകൾ ധരിച്ചിട്ട് ഈ ഉത്സവത്തിന് പങ്കെടുക്കണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അല്ലെങ്കിൽ കംഫോർട്ട് അല്ലാതെ ശ്വാസം മുട്ടുമ്പോ വേറൊരു സാരി കൊണ്ടുവന്ന് ഉടുക്കാൻ പറയുന്ന എന്താ? ആ സാരിയുടെ ഒരു കളറ് കണ്ടോ? നിങ്ങൾക്കൊരു എതിർപ്പും ഇല്ലെങ്കിൽ മാത്രം
ഈ കാണിക്കെന്റെ മരുമകൾക്ക് ഈ ഗ്രാമം കൊടുക്കുന്ന അമൂല്യമായ ബഹുമാനം. വില കൂടിയ പട്ടുസാരിയേക്കാൾ വില കൂടിയ സമ്മാനം. അമ്മയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് മാത്രം മോൾക്ക് ഈ ഭാഗ്യം കൈവന്നത്. അത് അവളെങ്ങനെ വേണ്ടെന്ന് പറയാം. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കൊടുത്തോളൂ. അയ്യോ, അതൊന്നും വേണ്ട. നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കുന്നതാ ഞങ്ങൾക്ക് സന്തോഷം. അമ്മേ, നിന്റെ സമക്ഷത്തില് ഈ ഗ്രാമത്തിന് വേണ്ടി ഇതിന്റെ മരുമകൾക്ക് ഞാൻ കൊടുക്കുവാണ്. ആശീർവദിക്കണേ അമ്മേ. നിഹാരിക, വാങ്ങിച്ചോളൂ മോളെ. എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആദരവാ നിഹാരികയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ആളുകൾക്ക് പരീക്ഷണങ്ങളും ദുഷ്ടന്മാർക്കാണെങ്കിൽ സമ്മാനങ്ങളും. ഇതെന്ത് നീതിയാണ് ദേവി? നിങ്ങളെല്ലാവരും എനിക്ക് ഇത്രയൊക്കെ ആദരവും ബഹുമാനവും ഒക്കെ തരുന്നത് കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ മര്യാദയൊന്നും ഞാൻ ഒരിക്കലും മറന്നുപോയില്ല. സാരി മാറ്റാനായിട്ട് അടുത്ത് തന്നെ റൂമുണ്ട് മോളെ. മോള് പോയി മാറ്റിയിട്ട് വായോ. ശരി അമ്മേ. എന്റെ വീട്ടിലേക്ക് മരുമകളായി കയറി വരാൻ നിൽക്കുന്ന നിഹാരികയ്ക്ക് ആദ്യ സാരി കൊടുത്തത് നിങ്ങളാ. എന്റെ കുടുംബത്തിന്റെയും നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു ചെറിയ കാര്യമല്ലേ അമ്മേ? നിഹാരിക മരുമകളെ പോലെ ഇവിടുന്ന് ഒരുപാട് അംഗീകാരങ്ങൾ നേടുന്നുണ്ട്. നാളെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ബലത്തിന് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒരുപാട് അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം. ചുവന്ന വസ്ത്രം ധരിച്ച ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ വിറളി പിടിക്കും. അതിന്റെ കൊമ്പുകൾ ആ മനുഷ്യന്റെ വയറ്റിലേക്ക് ഇറങ്ങുന്നത് വരെ അത് അവരെ പിന്തുടരും. അന്ന് നമ്മുടെ അമ്മയും ചുവന്ന സാരി ധരിച്ചതുകൊണ്ടല്ലേ അതന്ന് പുറകെ കൂടിയത്. അല്ലെങ്കിലേ നിനക്ക് ഈ സാരി ഒന്നും പറ്റില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിനയം അഭിനയിച്ച് വന്നാലും ഇത് മാറ്റാൻ വേണ്ടി നീ അത്ര പെട്ടെന്ന് പോവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. സാരിയിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കിയിട്ട് എന്താ ആലോചിക്കുന്നേ? ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? മനസ്സിലെന്താണെന്ന് പുറത്തു പറ. ഈ സാരി ഞാൻ ധരിക്കില്ല. നീ ധരിച്ചില്ലെങ്കിൽ അമ്മമ്മയുടെ വാക്കിനെ ധിക്കരിച്ച പോലെയാവും.
ഞാൻ ധരിക്കില്ലെന്നാണ് പറഞ്ഞതെങ്കിൽ അതിലെന്തോ അർത്ഥമുണ്ടെന്നാണ് അർത്ഥം. അതെന്താകുമെന്ന് പെട്ടെന്ന് പറഞ്ഞൂടെ? അത് നമുക്ക് പ്ലസ് ആകുമോ മൈനസ് ആകുമോ എന്ന് പറയാമല്ലോ. ആവനിക്ക് കൊടുക്കും.